മഹാമായി. വാ അബി, വാ. എന്തി പഠിക്കാതിരിക്കുക. ഞാൻ ഊഹിച്ചു. ആ നീ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വെറുതെ കുത്തിരിക്കാനുള്ള വീണ. ഇന്ന് എവിടെ ആയിരുന്നു? ഇന്ന് അവസാനം ഉരുണ്ടത് ആനന്ദവല്ലീശ്വരം. ആനന്ദവല്ലീശ്വരം. ഇതാ പ്രസാദം. ഞാൻ തൊടിയിച്ചോളാവേ. ഇനി ഇതിനകത്ത് സ്ഥലമില്ല കേട്ടോ, നീ ഇവ കൊടുത്തേ. ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിലെ നേതിച്ചോറ ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ ഫലസ്ഥിതി ഉറപ്പാ. ഞങ്ങള് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാ. ചപ്പാത്തിയും ചിക്കൻ കറിന്ന് എന്ന് പിടിച്ച ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നമുക്ക് പിന്നെ കഴിക്കും. ഇത് അമ്പലത്തിലെ പ്രസാദം വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കഴിക്ക്, ഞാൻ അനുഭവിക്കാം, നീ അനുഭവിക്കാം. ഇത് ഇങ്ങനെയല്ല, സ്പീഡിൽ കഴിച്ചാണെങ്കിൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. ഇങ്ങനെ സ്പീഡിൽ കഴിച്ചിട്ടാണ് ഇവിടെ അച്ഛൻ മരിച്ചു പോയത്. ഞാൻ പെടാൻ പാടില്ല. അല്ല, 10 റൗണ്ട് ഉരുണ്ടിട്ട് ഇത് തിന്നണം. എന്താ ടേസ്റ്റ് എന്നറിയോ? അതെ, ഞങ്ങള് വരുന്ന വ്യാഴാഴ്ച വീട്ടിലൊരു പൂജയുണ്ട്. മമ്മിയൊരു ശ്രീധരൻ തിരുമുൽപ്പാടാ കാർമികൻ. 1,00,000 രൂപയാ ചെലവ്. നടത്തുന്നവർക്ക് മാത്രമല്ല, പങ്കെടുക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാവും. വരണം. അയ്യോ, അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. അറിയാലോ, ഒരു ദിവസം 4 ബാച്ചാ. മാസം 1.5 ലക്ഷത്തിന് വരുമാനം ഉണ്ടേ. എന്ന് വെച്ചാ ഗോവിന്ദേട്ടന് ഒരാഴ്ച കിട്ടുന്ന വരുമാനം ഉണ്ടെന്ന്. പിന്നെ അമ്മേ മഹാമായേ, നന്നായിരിക്കട്ടെ. നിന്റെ ചപ്പാത്തി ഗോവിന്ദേട്ടാ വന്നേ. സോറി, ഇവിടെ ഒരുപാട് പഠിക്കണ്ടപ്പോ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പൂജാ ദിവസം കൃത്യമായിട്ട് എത്തണം. ഞാൻ ടീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പൂജക്ക് ജാതി മതം ഒന്നുമില്ല. കുറച്ചുകൂടി വേണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോടാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലോ? അയ്യോ ഇല്ല, കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ ദീപാരാധന അവിടെ ഉണ്ടോ? ഇനിയുണ്ടെന്ന്. പോട്ടെ, പഠിത്തം തന്നെ നല്ല അടിയാ. വേഗം വാ. അഭിരാമി, when exactly the puja be over? Will it be late? Yeah, night will be okay. Good night. ശരിയല്ലേ? കണ്ട, ഇംഗ്ലീഷിന്റെ ഗുണം കണ്ട. നമുക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല പൂജയ്ക്ക് വിളിച്ചേ, അവളുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇനി പൂജയ്ക്ക് സഹിക്കണം. ഭദ്രം കർണേ വിശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിർയജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംശസ്തനൂഭിർവിഷേമ ദേവഹിതം യദായു ഇന്ദ്രോ വൃദ്ധശ്രവാദിനഭൂഷാദ് വിശ്വവേദാത്. ഞാൻ ഒറ്റയ്ക്ക് എന്താ ബോറടിച്ചിരിക്കുന്നു. അങ്ങനൊന്നും പറയല്ലേ, പൂജ. നീ വന്നോ? 1,00,000 രൂപയെ മൊത്തം ചെലവ്. എങ്ങനെയുണ്ട്? ചുമ്മാ എനിക്കറിഞ്ഞൂടെ. എപ്പോ തുടങ്ങി? തുടങ്ങിയപ്പോ ഇങ്ങനെ ചെറുപ്പമായിരുന്നു. ഇനി നാരി പൂജ തുടങ്ങാം. ഇനി നാരി പൂജയാണ്. സ്ത്രീകള് മാത്രം ഇവിടെ നിൽക്കുക. നിങ്ങളോടല്ല, ഇവരോടാ. നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പൊക്കോളാം. ആണായതുകൊണ്ട് ഇപ്പോഴാണ് ഒരു ഗുണം ഉണ്ടായത്. വീടിന് തീ പിടിക്കൂ? എങ്കിൽ പിന്നെ ഹൗസ് വാമിങ്ങിനെ പിടിക്കേണ്ടതായിരുന്നു. എടാ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ ജീവിക്കാൻ വേണ്ടി പൂജിക്കുന്നോ അതോ പൂജിക്കാൻ വേണ്ടി ജീവിക്കുന്നോ? 24 മണിക്കൂർ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ നീ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിലുള്ള മനുഷ്യ വികാരങ്ങളൊക്കെ ഒക്കെ പൂജയ്ക്ക് വെച്ചേക്കല്ലേ. ഇതുവരെ ഇല്ലേ? അതും ചേച്ചി പോയി. നിനക്കൊക്കെ ചിരി. ഞാനിവിടെ നിത്യകന്യകനായിട്ട് പണ്ടൊക്കെ ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു, പരമശിവൻ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ഭക്തിയായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി ഇവരൊക്കെയായി എന്റെ പ്രധാന ശത്രുക്കൾ. ചെകുത്താനല്ലടാ, ദൈവങ്ങളെ ഇപ്പൊ പേടി, ഉരുളിച്ചു കളയും. നിനക്കൊരു കാര്യം അറിയോ? നല്ല റോഡ് കാണുമ്പോ എനിക്ക് ഉരുളാൻ തോന്നൂടാ. അത് സാരമില്ല, കാറും ബസ്സൊന്നും ഇല്ലെങ്കിലും എവിടെ ആണെങ്കിലും നിനക്ക് ഉരുണ്ടെത്താലോ. അതെ, നിനക്കൊക്കെ കോമഡി. 150 അമ്പലങ്ങളിൽ ഭജന ഇരുന്നിട്ടാണ് ആ സാധനം ഉണ്ടായത്. അതോടുകൂടി തുടങ്ങിയതാണ് കുടുംബത്തിന്റെ ഭക്തി. ഇപ്പൊ അകത്ത് ഒരുത്തരെ കണ്ടില്ല, ഒരു ഉപ്പിൻചാക്ക്. ഏതാ പൂജാരിയാ? പൂജാരിയല്ല, മറ്റേത് അവളുടെ ബ്രദർ. അതാണ് ഭക്തിയുടെ വേറൊരു ഹോൾസെയിലർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നരകത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റണേ ഭഗവാനെ എന്നാണ് എന്റെ പ്രാർത്ഥന. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ആണോ? അപ്പൊ നമ്മൾ 3 പേരും പ്രാർത്ഥിച്ചു ഒന്നാ? നീയും? എന്തൊരു മനപ്പൊരുത്തമല്ലേ. പഠിച്ചത് ഒരേ കോളേജില്, താമസിക്കുന്ന ഒരേ സിറ്റിയില്, ഒരേ അനുഭവങ്ങള്, ഇപ്പൊ ഒരേ പ്രാർത്ഥന. ഇതിലെന്തോ ദൈവനിശ്ചയുണ്ട്. ഓക്കെ, നമുക്ക് ഒരാഴ്ചത്തേക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? ഈ വീട്ടിൽ നിന്നും ഭാര്യമാരിൽ നിന്നും സകല ടെൻഷനും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി അടിച്ചു പൊളിക്കണം. പറയാൻ എളുപ്പമാ. പുറത്തു പോയിട്ട് 5 മിനിറ്റ് ലേറ്റ് ആയ അപ്പൊ ഫോൺ വരും. ഹലോ അർജുൻ, it's 6 o'clock now, time to study. ഇവിടെ പിന്നെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് അങ്ങോട്ട് ടെൻഷൻ ഇല്ല. Hey, wait. Note the point.
നമ്മൾ ഒരാഴ്ച മാറി നിൽക്കുന്നത് ഭാര്യമാർക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർത്താ മതി. സംഗതി ക്ലീൻ, നോ ലൂപ്പ് ഹോൾസ്. അതെങ്ങനെ? നമ്മുടെ ഭാര്യമാരുടെ മോഡസ് ഓപ്പറാൻഡി വ്യത്യസ്തമാണെങ്കിലും അവർക്കൊരു പൊതു സ്വഭാവമുണ്ട്. സ്വന്തം ഭർത്താവ് മറ്റൊരു ഭർത്താവിനേക്കാൾ മുകളിലായിരിക്കണം എന്ന നിരന്തരമായ ചിന്ത. ആ അല്ലെങ്കിൽ അവരൊക്കെ ഈ നടക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. അതല്ലടാ, ആ, അവർ നിർബന്ധിച്ചിട്ട് ഒഫീഷ്യൽ പർപ്പസിനായി നമ്മൾ 3 പേരും കൂടി ഓരോരോ സ്ഥലത്ത് പോകുന്ന പോലൊരു പ്ലേ. അതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് ഞാൻ ചെയ്തോളാം. പക്ഷേ നമ്മൾ എങ്ങോട്ട് പോകും? പളനി പോ. സോറിടാ, ഹണിമൂൺ വരെ പളനിയിൽ ആഘോഷിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓക്കെ. നമുക്ക് കാശ്മീർ പോയാലോ? എന്താ നിന്റെ ഹണിമൂൺ അവിടെ ആയിരുന്നോ? അവിടെ ടെററിസ്റ്റുകൾ ഇല്ലടാ. പിന്നെ ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്ന നമുക്ക് എന്തോന്ന് ടെററിസ്റ്റ്? അത് ശരിയാ. കുറച്ചുകൂടെ പറ്റിയൊരു സ്ഥലം നമുക്ക് ആലോചിക്കാം. എവിടെയാണ്? രാമേശ്വരം, മൂകാംബിക, വള്ളിക്കാവ്. Go on!